വാർത്തയിലേക്ക് കടന്നാൽ മലയോര മേഖലയിലെ ജനങ്ങൾ വന്യജീവി ശല്യത്താൽ പൊറുതിമുട്ടുകയാണ്. വീടിന് പുറത്തുപോലും ഇറങ്ങാനാകാത്ത അവസ്ഥയാണ് പലയിടത്തും. തിരുവനന്തപുരം ബോണക്കാട് എസ്റ്റേറ്റിലെ താമസക്കാരൻ ആയലാലിനെ കഴിഞ്ഞ ദിവസമാണ് കരടി ആക്രമിച്ചത്. തലനാഴിഴയ്ക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ഗുരുതരമായ പരിക്കേറ്റ ലാലൻ ഇപ്പോഴും ചികിത്സയിലാണ്. ഭയപ്പെടുത്തിയ ആ സംഭവത്തെക്കുറിച്ച് ലാലൻ തുറന്നു പറയുകയാണ്. കാണാം. വെളുപ്പിന് 3:45 മണിയാവും. ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടിയാണ് വെളിയിൽ ഇറങ്ങിയത്. എനിക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഒരു ചെറിയ കുട്ടിയാണ് ഓടിയത്. അത് എന്നെ കണ്ടിട്ട് വിളിച്ച് ഓടിയത്. അതിൻ്റെ പിറക്കുന്നാണ് ഈ വലുത് പറഞ്ഞത്. വലുത് അടുത്ത് വന്ന് എന്നെ പിടിക്കാൻ വേണ്ടി ശ്രമത്തിൽ അപ്പോഴാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിനുശേഷം ഇത് എന്നെ ഇങ്ങനെ അള്ളി പിടിക്കാൻ വേണ്ടി വന്നത്. ഞാൻ ഇതിനെ പിടിച്ച് തള്ളി അതിനെ പിടിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ അത് വീണില്ല, ഞാനാണ് മറിഞ്ഞു വീണത്. മറിഞ്ഞു വീണ കൂട്ടത്ത് ആദ്യത്തെ കടി കയ്യിലായിരുന്നു. ആദ്യത്തെ കടിയോടെ ഞാൻ മറിഞ്ഞ് വീണ പറഞ്ഞ തന്നെ ഇത് പിന്നെയും കടിക്കാൻ ശ്രമിച്ചു. ഞാൻ കരുത്തിൽ കയറി പിടിച്ചടഞ്ഞു. ഈ രോമം, ഒരുപാട് രോമമുണ്ട് ഇതിന്. മുഖത്ത് കടിക്കാനുള്ള ഇതൊന്നും അതിന് സൗകര്യം കൊടുത്തില്ല. അതിന് മുമ്പ് ഇത് എങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് ഈ കാലിൽ കടിച്ചത്. കണ്ട കാലെല്ലാം കടിച്ച് പിന്നി കളഞ്ഞത്. അതിനുശേഷമാണ് എനിക്ക് അതിനുശേഷം തന്നെ ഈ വിളി വന്നത്. ഒരു കുട്ടിയും ഒരു വലുതെന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ അത്ര പൊക്കമുണ്ട്. പ്ലാവ് അടുത്ത് ബാക്ക് സൈഡ് പ്ലാവ് ഉണ്ട്. അത് ഈ ചക്ക തിന്നാൻ വേണ്ടി വന്നതാണ്. വന്ന് ഞാൻ മൂത്രമൊഴിച്ചുകൊണ്ട് ലൈറ്റ് അടിച്ചിട്ട് മൂത്രമൊഴിച്ചുകൊണ്ട് നിന്ന് ഈ കുട്ടി എങ്ങനെ ഓടി എൻ്റെ അടുത്തുകൂടെയാണ് ഓടിയത് വിളിച്ചും കൊണ്ട്. അപ്പൊ ഈ തള്ള അടിച്ച് ഈ കുട്ടിയെ ഞാൻ പിടിച്ചെന്നുള്ള ഇതിലാണ് തള്ള ഓടിയെന്ന് എന്നെ ആക്രമിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലാലനെ പോലെ